ഇന്ന് നമുക്ക് നോക്കാം മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെ ഒരു സിമ്പിളായിട്ട് യൂസർ ഫോം ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച്. അതിനായിട്ട് നിങ്ങൾക്ക് കോഡിംഗ് പരിജ്ഞാനം വേണമെന്നില്ല. ഞാൻ ഇതിൻ്റെ എല്ലാ കോഡുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെ ഇതൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പറഞ്ഞു തരും. ഓക്കെ ഫ്രണ്ട്സ്, എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു യൂസർ ഫോം ബിൽഡപ്പ് ചെയ്യാനായിട്ട് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ യൂസർ ഫോം എന്നാണ് കൊടുത്തിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ടോപ്പ് ലെയറിൽ ഡെവലപ്പർ ടാബ് ഇല്ല എങ്കിൽ നിങ്ങൾ ഫയൽ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമൈസ് റിബൺ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഡെവലപ്പർ, അത് ടിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ലെയറിൽ ഡെവലപ്പർ ടാബ് കാണാം. ഡെവലപ്പർ ടാബിലുള്ള ഓപ്ഷനാണ് വിഷ്വൽ ബേസിക്, പിന്നെ മാക്രോ റെക്കോർഡിംഗ് ഒക്കെ ഡെവലപ്പർ ടാബിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിനുശേഷം ഡെവലപ്പർ ടാബ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിഷ്വൽ ബേസിക് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇൻസേർട്ട് യൂസർ ഫോമിൽ ചെറിയൊരു ആരോയുടെ അവിടെ ക്ലിക്ക് ചെയ്ത് ഒരു യൂസർ ഫോം ഇൻസേർട്ട് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ യൂസർ ഫോം. ഇതിനെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ വലുതാക്കാം അല്ലെങ്കിൽ ചെറുതാക്കാം. അതിനുശേഷം ടൂൾ ബോക്സിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ടൂൾസ് ഇതിൽ ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് യൂസർ ഫോമിന് ആവശ്യമായിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ് ആവശ്യം. ആദ്യം ഒരു ടെക്സ്റ്റ് ബോക്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു കോംബോ ബോക്സ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു കമാൻഡ് ബട്ടൺ ഇൻസേർട്ട് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു യൂസർ ഫോമാണ്. ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബോക്സും ഒരു കോംബോ ബോക്സും പിന്നെ ഒരു കമാൻഡ് ബട്ടണാണ് ഇവിടെ ഉള്ളത്. ഇത് മൂന്നും ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു ഡാറ്റ എക്സൽ ഷീറ്റിലേക്ക് സേവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ സേവ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇതൊരു ടെക്സ്റ്റ് ബോക്സ് ആണ്, ഇതൊരു കോംബോ ബോക്സ് ആണ്, ഇതൊരു കമാൻഡ് ബട്ടൺ ആണ്. നമുക്കിതിൽ എങ്ങനെ കോഡിംഗ് കൊടുക്കാം എന്നതിനെ കുറിച്ച് നോക്കാം. അതിനായിട്ട് ഇത് നമ്മളൊന്ന് മിനിമൈസ് ചെയ്ത് നമുക്ക് എക്സൽ ഷീറ്റിൻ്റെ ഷീറ്റ് 1 കാണാം. ഓക്കെ, വേണമെങ്കിൽ മാറ്റാം. ഇതിൽ നമ്മൾ സേവ് എന്ന് പേര് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ യൂസർ ഫോം എടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇതിലാണ് കോഡ് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ കാണാം ഇത് ടെക്സ്റ്റ് ബോക്സ് 1 ആണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് കോംബോ ബോക്സ് 1 ആണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് കമാൻഡ് ബട്ടൺ 1 ആണ്. ഓക്കെ, അതിനുശേഷം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സേവ് ബട്ടണിൽ നമ്മുടെ ജാവ കോഡ് പ്ലേസ് ചെയ്യാം. അതിനായിട്ട് ഈ സേവ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. പ്രൈവറ്റ് സബ് കമാൻഡ് ബട്ടൺ 1, അതായത് നമ്മുടെ ബട്ടൺ കമാൻഡ് ബട്ടൺ 1 ആണ്. അവിടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ആ കോഡ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വർക്ക്ഷീറ്റിൻ്റെ പേര് നമ്മൾ നേരത്തെ സേവ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെയും സേവ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിത്ത് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞ് ഇവിടെയും സേവ് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. നിങ്ങൾ ഇനി അത് ഷീറ്റ് 1 എന്നാണെങ്കിൽ ഇവിടെ നിങ്ങൾ വന്നിട്ട് അത് ഷീറ്റ് 1 എന്നാക്കണം, ഇവിടെയും ഷീറ്റ് 1 എന്നാക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും യൂസർ ഫോം ക്ലിക്ക് ചെയ്ത് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കിത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണ്ടേ. അതിനായിട്ട് ഇവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ യൂസർ ഫോം ഓട്ടോമാറ്റിക്കായിട്ട് എക്സലിൻ്റെ മുകളിൽ സ്പ്രെഡ് ആയിട്ട് വരുന്ന കാണാം. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, പിന്നെ നമുക്കിവിടെ ആക്ച്വലി ഇത് ഡ്രോപ്പ് ഡൗൺ ബോക്സ് ആണ്. നമുക്ക് ഈ കോംബോ ബോക്സ് ഉപയോഗിച്ച് നമുക്ക് മുമ്പ് സേവ് ചെയ്ത കാര്യങ്ങൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുത്താൻ സാധിക്കും. അതെങ്ങനെയാണ് പ്ലേസ് ചെയ്യുക എന്നത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെ അതിനുശേഷം ജസ്റ്റ് നമ്മൾ വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, സെക്കൻഡ് നെയിം ഓർ ലാസ്റ്റ് നെയിം നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഇവിടെ അമൽ അശോക് എന്ന് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തത് നേരെ സ്പ്രെഡ്ഷീറ്റിലേക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ രീതിയിലാണ് നമുക്ക് സിമ്പിളായിട്ടൊരു യൂസർ ഫോം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോംബോ ബോക്സിൽ എങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ച് പഠിക്കാം. Thanks for watching my video. Please do subscribe and comment.
If you have any doubts, please feel free to contact me. Thank you for watching my video.